Hello guys. So welcome to my YouTube channel, God with Sanju. I'm here, Sanju for you. So first of all, today's video is about എന്താ പറയാ ഒരു ലോഗിൻ സൈൻ അപ്പ് പേജ്, അതായത് ഒരു വെബ്സൈറ്റ് ഒരു യൂസർക്ക് സൈൻ അപ്പ് ചെയ്ത് ഉള്ളിൽ കയറാനും പിന്നീട് ആ സൈൻ അപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ആൾക്ക് പിന്നീട് ലോഗിൻ ചെയ്ത് ഉള്ളിലേക്ക് കയറാനും മാത്രമുള്ള ഒരു പേജ്. ഈ പേജ് തന്നെ എന്തും ചെയ്യുന്നുണ്ട്, ഈ ഒരു സെയിം സൈറ്റിൽ അഡ്മിനും ഉണ്ട്. അഡ്മിൻ എന്ത് ചെയ്യാം, ഈ യൂസേഴ്സിനൊക്കെ കാണാനും അവരെ നിയന്ത്രിക്കാനും ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സൈറ്റ്. സോ ഈ ഒരു സൈറ്റ്, ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ എന്തായാലും ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും എന്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈം ആയിരിക്കും എനിക്ക് ഉറപ്പാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി ഞെക്കി ബെൽ ബട്ടൺ ഒക്കെ എനേബിൾ ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. ലൈക്ക് പുതിയൊരു സെർവർ തന്നെ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി പുതുതായിട്ട് നിങ്ങൾ തുടങ്ങാം. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഫോൾഡറിന്റെ ഉള്ളിൽ കുറച്ച് ഫോൾഡേഴ്സ് ആണ്. ലൈക്ക് MVC മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. MVC ആയിട്ടുള്ള മോഡൽ വ്യൂ കൺട്രോളർ എന്നുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊജക്ട് എൻറ്റയർലി ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്കൊരു വ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കാം. ആ വ്യൂസ് എന്നതിൻ്റെ അത് നമ്മൾ മെയിൻലി സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ വ്യൂ എഞ്ചിൻ, അതായതുള്ള HBSലാണ് നമ്മൾ ഈ ഫോൾഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു HBS ഫയൽസ് ഒക്കെ വേണ്ടി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു HBS ഫോൾഡർ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ മോഡൽ, ഈ മോഡലിന്റെ അകത്തായിരിക്കും നമ്മൾ ഡാറ്റാബേസിൽ ഏതൊക്കെ ഡാറ്റാബേസ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്കീമ ഉണ്ടാക്കുന്നുണ്ട്. സ്കീം എന്താന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം മോഡൽ എന്താണ്, മോഡലായിട്ട് ആ സ്കീമാസ് ആണ് നമ്മൾ മോഡൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇനി പബ്ലിക്കിൽ നമ്മൾ മെയിനായിട്ട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാറ്റിക് ഫയൽസ് ആണ്. MVCന്റെ അകത്ത് നമ്മൾ സ്റ്റാറ്റിക് ഫയൽസ് ആയിട്ടുള്ള CSS, അതേപോലെ തന്നെ നമ്മുടെ JS ഫയൽസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാം ഈ പബ്ലിക് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ്. നിങ്ങൾ ഇനി അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിലും എന്ത് വേണം, ഈ ഒരു ഫോൾഡർ നിങ്ങളുടെ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടാകും. കാരണം അതാണ് അതിൻ്റെ ഒരു റൂൾ എന്ന് പറയും, അതാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ, അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. സോ അടുത്തതായിട്ട് നമ്മൾ റൗട്ടേഴ്സ്, ഓക്കെ, കൺട്രോളർ. സോ നെക്സ്റ്റ് കോൺഫിഗ്. കോൺഫിഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺഫിഗിന്റെ ഉള്ളിലാണ്. ആ കോൺഫിഗ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിന്റെ ഉള്ളിലാണ് നമ്മൾ ഡാറ്റാബേസ് കണക്ട് ചെയ്യാനുള്ള കോഡ് ചെയ്തത്. ആൻഡ് മിഡിൽ വെയർസ്, നമുക്ക് യൂസ് ചെയ്യുന്ന മിഡിൽ വെയറും കാര്യങ്ങളൊക്കെ നമ്മൾ മിഡിൽ വെയർ എന്ന് പറയുന്ന ഫോൾഡറിൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ നമുക്കൊരു ഫയൽ വേണം, അതായത് ഒരു app.js എന്ന് പറഞ്ഞ ഫയൽ വേണം. ഈ ഫയലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, നോർമലി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആപ്പ് ലിസണും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് npm ഇനീഷ്യലൈസ് ചെയ്യാം. npm ഒന്ന് ഇനീഷ്യലൈസ് ചെയ്ത് നമുക്ക് പാക്കേജസ് ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് npm i ജസ്റ്റ് -i എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഇനീഷ്യലൈസ് ആയിക്കോളും. ഓൾറെഡി നോഡ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യാം, നമുക്കിനി എക്സ്പ്രസും കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് പാക്കേജസും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പ്രസും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് npm i എക്സ്പ്രസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം നോഡ് മൊഡ്യൂളും അതേപോലെ തന്നെ പാക്കേജിലൊക്കെ ജേസണും കൂടി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ആക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് app.jsലുണ്ട് നമുക്ക് എക്സ്പ്രസും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ്സിലാണ് നമ്മൾ ഇനി ബാക്കിയുള്ള അങ്ങോട്ടുള്ള കോഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നേരെ കോഡിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ സക്സസ്ഫുള്ളി കോഡേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പാക്കേജസ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ തുടങ്ങാം. തന്നെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് npm i ഇനീഷ്യലി നമുക്ക് വേണ്ടത് എക്സ്പ്രസ് ആൻഡ് HBS ഉള്ള, അതായത് HBS ആണ് PNG. സോ HBS ഒക്കെ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെയാണ് HBS നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ജസ്റ്റ് npm i വെച്ചിട്ട് എക്സ്പ്രസ് ആൻഡ് HBS ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമുക്കിനി ഇത് റിക്വയർ ചെയ്യാം. സോ ഫസ്റ്റ് കോൺസ്റ്റ് എക്സ്പ്രസ് റിക്വയർ എക്സ്പ്രസ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു ഡിസ്റ്റൻസ് ഉണ്ടാക്കാം. ലൈക്ക് കോൺസ്റ്റ് ആപ്പ് വിളിക്കാം, ആപ്പ് ആസ് എക്സ്പ്രസ്. അപ്പം നമ്മൾ ജസ്റ്റ് ആപ്പ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ലൈക്ക് ഫസ്റ്റ് തന്നെ നോക്കുന്നു ലിസണും കൂടി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്ലോഡ് ലിസൺ നമുക്കൊരു 3300 കൊടുക്കും, ഒരു ഫാൻസി നമ്പർ പിടിക്കും. കോമ ടാരോ ഫംഗ്ഷൻ വിളിക്കാം. ലൈക്ക് സെർവർ റൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടാരോ ഫംഗ്ഷനും കൂടി വിളിക്കാം.
ഓക്കെ. അപ്പോൾ അത് യൂസ് കഴിഞ്ഞിട്ട് അത് ഇടുമ്പോൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തവണ സെർവർ റൺ ആകുമ്പോൾ സെർവർ റൺ ആയതിന് ഉള്ളൊരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് ഒരു കൺസോൾ ഓഫ് ലോഗിൽ സംഭവം റണ്ണായി, സെർവർ ഈസ് റണ്ണിങ് പോർട്ട് എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമുക്കൊരു അവയർനെസ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു ആപ്പ് ഡോട്ട് ലിസണിൻ്റെ ഒരു കൺസോൾ ഇട്ടുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് മിഡിൽ വേഴ്സ് സെറ്റപ്പ് ചെയ്തേക്കണം. ഇനീഷ്യലി നമുക്ക് ആവശ്യമുള്ള കുറച്ച് മിഡിൽ വേഴ്സും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നേരെ ആ മിഡിൽ വേഴ്സിൻ്റെ കേസിലേക്ക് പോകാം. സോ ആസ് യൂഷ്വൽ ആപ്പ് ഡോട്ട് യൂസ് വെച്ചിട്ട് നമുക്ക് മിഡിൽ വേഴ്സ് സെറ്റപ്പ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് സ്റ്റാറ്റിക് ഫയലിൽ സെറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ഫയൽസും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം സ്റ്റാറ്റിക് ആസ് യൂഷ്വൽ നമ്മളൊരു പബ്ലിക് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ് ഉണ്ടാവുക. ഒരു MVC മോഡലിൽ പബ്ലിക് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലായിരിക്കും നമ്മളെപ്പോഴും സ്റ്റാറ്റിക് ഫയൽസ്, JS ഫയൽസും CSS ഫയൽസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് ഇനീഷ്യലൈസ് ചെയ്യാം. രണ്ടാമത് ആപ്പ് ഡോട്ട് യൂസ് വിളിച്ചിട്ട് നമുക്ക് JSON വിളിക്കാം, എക്സ്പ്രസ് ഡോട്ട് JSON വിളിക്കാം. JSON ഇത് നമ്മൾ എന്തിനു ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ JSON-ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് JSON-ലേക്ക് ഡാറ്റ പാസ് ചെയ്ത് പ്രോപ്പറായിട്ട് കിട്ടും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ URL കൂടി വരുന്ന ഡാറ്റാസിനെ എൻകോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഇപ്പോൾ നമ്മൾ ഈ ഒരു മിഡ്ൽവെയർ യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് നമുക്ക് JSON-ലേക്ക് ചേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് ഒരു URL എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കതിനെ ഒരു ആപ്പ് ഡോട്ട് യൂസ് വെച്ചിട്ട് URL എൻകോഡഡ് എക്സ്റ്റെൻഡ് ട്രൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് ആ വരുന്നൊരു റിക്വസ്റ്റിനെ, അതായത് നമുക്ക് URL വരുന്ന റിക്വസ്റ്റ് ആണ്, ആ റിക്വസ്റ്റിൽ നിന്നാണ് നമ്മൾ ഡാറ്റ എടുത്തിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു ഡാറ്റാസിന് ബാക്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ JSON-ലേക്ക് പാസ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യും, അതിന് URL എക്സ്റ്റെൻഡ് ട്രൂ കൊടുത്തിട്ട് റീഡബിൾ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ. ഇതിപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ചെറിയൊരു കേസ് ചെയ്യാറുണ്ട്, ലൈക്ക് ലോഗിൻ പേജും ഓക്കെ ജസ്റ്റ് വ്യൂ എഞ്ചിൻ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒരു ലോഗിൻ പേജ് നമുക്ക് റണ്ടർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അപ്പം ആദ്യം ആപ്പ് ഡോട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് സെറ്റ് വ്യൂ എഞ്ചിൻ കൊട്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കൊട്ടേഷൻ ഉണ്ടാകും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് PJS അല്ല, HPS ആണ്. HPS-ലാണ് നമ്മളിപ്പം കോഡൊക്കെ പോകുന്നത്. ഓക്കെ. ഇപ്പം ഓൾറെഡി നമ്മൾ വ്യൂ എഞ്ചിൻ HBS ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണയും HBS എന്ന് വിളിക്കുമ്പോൾ നേരെ വന്നിട്ട് വ്യൂസ് എന്നൊരു ഫോൾഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ടായിരിക്കും ചെക്ക് ചെയ്യുക. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു പാത്തും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ലൈക്ക് ഓരോ തവണ നമ്മൾ നോർമലായിട്ട് ഒരു ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ MVC മോഡലിൽ വ്യൂ എഞ്ചിൻ HBS ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലി ചെന്നിട്ട് വ്യൂസ് എന്നൊരു ഫോൾഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ HBS ഫയൽ വിളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പം പിന്നെ ഈ ഒരു ഇഷ്യൂ നമുക്ക് കാണാം, അതായത് അതിനൊരു പാത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണമെന്നില്ല. ഓക്കെ. അപ്പം നമുക്കിനി MVC മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടൊരു കാര്യമാണ് കൺട്രോളർ, അതായത് മോഡൽ വ്യൂ കൺട്രോളർ. അപ്പോൾ നമുക്ക് കൺട്രോളർ എന്ന് തോന്നും, കാരണം കൺട്രോളർ വെച്ച് നോക്കാം. ആ നമ്മൾ ഓരോ സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട കേസിനനുസരിച്ച് ഓരോന്ന് ഇൻപുട്ട് ചെയ്ത് പോവാം. ലൈക്ക് ഇതിപ്പോൾ ഓരോ URL-നും ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതിനെ കൊണ്ടാണ് ഈ ഒരു മിഡിൽ വേഴ്സ് ഞാൻ ഫസ്റ്റിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ആവശ്യം വരുമ്പോൾ മാത്രം ഡിക്ലെയർ ചെയ്ത് പോകാന്നുള്ളൊരു കേസിലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് റൗട്ടർ സെറ്റപ്പ് ചെയ്യാം. നമുക്ക് ചുമ്മാ MVC മോഡലാകുമ്പോൾ നമ്മൾ ഓരോ റൗട്ടറും ഡിഫറെൻറ്റ് ഫയൽസിലായിട്ടായിരിക്കും സെറ്റപ്പ് ചെയ്യാം. ലൈക്ക് ഇപ്പം നമ്മുടെ ഒരു കേസിൽ നമുക്കിപ്പം യൂസറും ഉണ്ട് അഡ്മിനും ഉണ്ട്. അങ്ങനെ നോക്കിയാൽ തന്നെ അഡ്മിനും സൈനപ്പ് പേജ് ഉണ്ട്, യൂസർക്കും സൈനപ്പ് പേജ് ഉണ്ട്. അപ്പം രണ്ടുപേരും ഒരേ ഫംഗ്ഷനിൽ തന്നെ വിളിക്കുമ്പോൾ അതിന് ഓരോ അഡ്മിൻ നെയിമും യൂസർ ലോഗിൻ അഡ്മിൻ ലോഗിൻ എന്നിങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൗട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാം, പിന്നെ തിരിക്കാം. ഒരു മിഡിൽ വെയർ ഇട്ടിട്ട് നമ്മളൊരു ലൊക്കേഷൻ പാസ് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ ഒരു യൂസർ
നമുക്കറിയാമല്ലോ നോർമൽ റിക്വസ്റ്റ്, അതായത് ലോക്കൽ ഹോസ്റ്റ് ഇപ്പോഴത്തെ കേസിൽ 3000 എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ കേസിൽ ചുമ്മാ ഈ സ്ലാഷ് ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കേസ് എന്താണ്, ഈ ലോക്കൽ ഹോസ്റ്റ് 3000 ആണ്. നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു, സ്ലാഷ് യൂസർ എന്ന് പറഞ്ഞിട്ട് ആണ് നമുക്ക് വരുന്ന റിക്വസ്റ്റ് എങ്കിൽ എന്ത് ചെയ്യാം, യൂസർ എന്ന് പറയുന്ന ഒരു റൗട്ടറിലേക്ക് തിരിച്ചുവിടാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്ലാഷ് യൂസർ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് എന്ത് വന്നാലും, അതായത് സോറി ഇങ്ങനെയല്ല, ഇങ്ങനെ കൊട്ടേഷൻ്റെ ആവശ്യമുണ്ടാവും. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇതിന് ശേഷം പിന്നെ എന്ത് വന്നാലും, ഇനിയിപ്പോ എന്താണ്, ഇപ്പം ലോഗിൻ ആണെങ്കിൽ ലോഗിനും, ഇനി അതല്ല സൈനപ്പ് ആണെങ്കിൽ സൈനപ്പ്, അങ്ങനെ എന്ത് വന്നാലും സൈനപ്പ്, അങ്ങനെ റൗട്ടർ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി ഡിഫൈൻ ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതാദ്യം സെറ്റപ്പ് ചെയ്യാം. സോ ആപ്പ് ഡോട്ട് യൂസ് വെച്ചിട്ട് ഒരു മിഡിൽ വെയർ, ആ മിഡിൽ വെയറിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, സ്ലാഷ് യൂസർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, യൂസർ റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൗട്ടറിലേക്ക് റീഡയറക്ട് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇതേമാതിരി നമുക്ക് അഡ്മിൻ്റെ കേസ് നമുക്ക് തിരിച്ച്, അപ്പം എന്ത് യൂസർ റൗട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൗട്ടേഴ്സിൽ ഓരോ ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, നമുക്കിവിടെ യൂസർ റൗട്ടർ എന്ന് പറഞ്ഞിട്ടൊരു JS ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഓരോ റൗട്ടറും ഡിഫൈൻ ചെയ്ത് വെക്കുക. ലൈക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇൻ കേസ് ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു സ്ലാഷ് യൂസർ വെച്ചിട്ടൊരു റിക്വസ്റ്റ് വരുമ്പോൾ ഒരു മിഡിൽ വെയർ വെച്ചിട്ട് റീഡയറക്ട്, ഓക്കെ അത് റിക്വയർ ചെയ്യണം ഇവിടെ. ഓക്കെ, ജസ്റ്റ് കോൺസ്റ്റ് യൂസർ റൗട്ടർ റിക്വയർ ആയിട്ട് നമുക്ക് പാത്ത് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് റൗട്ടറിൽ വരാം, റൗട്ടർ സ്ലാഷ് യൂസർ റൗട്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫയൽ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റൗട്ടറിനെ നമ്മൾ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്, ആപ്പ് ഡോട്ട് യൂസിലേക്ക് വിളിക്കുന്നുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റൗട്ടറിനെ പാസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് റൗട്ടറിനെ എക്സ്പോർട്ട് ചെയ്തിട്ട് വിടുന്നുണ്ട്. ആ എക്സ്പോർട്ട് വിടുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വന്ന് വിളിക്കുന്നത്. ഇപ്പം ഈ ഒരു ആപ്പിന്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോർമൽ ഒരു റിക്വസ്റ്റ് വരുവാണ്, യൂസർ വന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് കമന്റ് ചെയ്തിടാം, ലോക്കൽ ഹോസ്റ്റ് 3000 സ്ലാഷ്, ചുമ്മാ സ്ലാഷ് വിളിച്ചാലും നമുക്ക് എന്ത് വിളിക്കും, ഇങ്ങനെ വന്ന് യൂസർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലോഗിൻ പേജ് റെൻഡർ ചെയ്യണം. അത് ഏത് റൗട്ടറിലുള്ള സ്ലാഷ് യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് റൗട്ടറിലുള്ള ലോഗിൻ പേജ് നമുക്ക് റെൻഡർ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്. ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം നമുക്ക് നേരെ റൗട്ടറിലേക്ക് വരാം, റൗട്ടർ ഡിഫൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാലോ എക്സ്പ്രസ് ആണ് നമ്മുടെ യൂസ് ചെയ്യുന്നത്. എക്സ്പ്രസ്സിലാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും എവിടെയാലും എക്സ്പ്രസ് റിക്വയർ ചെയ്യാം. ഇനി ഇതിനെ റൗട്ടറിലേക്ക് ആക്കാം, റൗട്ടർ എടുക്കാം. അപ്പൊ നമുക്ക് ഒരു പക്ക റൗട്ടറായിട്ട് കിട്ടി. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റൗട്ടർ വെച്ചിട്ട് ഓരോ ഫയൽ വിളിക്കാം. അതിനുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇതിന്റെ മൊഡ്യൂള് ഈ റൗട്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം എക്സ്പോർട്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഈ ഫയൽ ഇവിടെ ആപ്പ് ഡോട്ട് JSൽ റിക്വയർ ചെയ്യും. ഓക്കെ, വൺ കേസ് ഞാൻ പറയാൻ വിട്ടുപോയി, നമുക്ക് ഒരു നോഡ്മോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു NPM കൂടി വേണം. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പോൾ ഒരു സെർവർ റീസ്റ്റാർട്ട് ചെയ്ത് തരാം, അതായത് ഒരു ബാക്കെൻഡിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ട് ആ ചേഞ്ച് എന്ത് ചെയ്യുക, സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് സെർവറിന്റെ Ctrl+C യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. നമ്മളെ റണ്ണിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ അപ്ഡേഷനെ ഫ്രണ്ടിൽ എത്തിക്കുക. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഓരോ തവണ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിൽ അപ്ലിക്കബിൾ ആവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൊഡ്യൂൾ യൂസ് ചെയ്യുന്നതാണ് നോഡ്മോൺ. ഇതാണ് നമ്മുടെ നോഡ്മോൺ മൊഡ്യൂൾ. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആപ്പ് ഡോട്ട് JSONൽ വരിക, നമുക്ക് ടെസ്റ്റ് കാണാം. ഇതിന് താഴെ വരാം,
ഒരു ചാർട്ട് ഡിക്ലെയർ ചെയ്യാം. ചാർട്ട് എന്നും പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്ത് വെക്കാം. എന്ത് നോഡ് മോൺ app.js റൺ ചെയ്യുന്ന രീതിയിൽ. ഇനി നമുക്ക് എന്ത് ജസ്റ്റ് ഡോട്ട് നോട്ട് മോഡ് npm സ്റ്റാർട്ട് എന്ന് അടിച്ചാൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് npm സ്റ്റാർട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് റീസ്റ്റാർട്ട് ആയി npm റൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഫംഗ്ഷൻ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത പ്ലേലിസ്റ്റ് കാണാം. ഇതുവരെ അതിനകത്തായിരിക്കും നമ്മൾ ഇനി അടുത്ത ക്രൂസ് റൗട്ടറിലേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നതൊക്കെ അടുത്ത സെഷൻസ് ആയിട്ട് നമുക്ക് കാണാം. അടുത്ത പ്ലേലിസ്റ്റ് ആയിട്ടാണ്. സോ സൈനിങ് ഓഫ്.